പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. അഭിഷേകാഗ്നി വചന ശുശ്രൂഷയെ സംബന്ധിക്കുവാൻ കർത്താവിനാൽ പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ട നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിനും ഈശോയുടെ തിരുഹൃദയത്തിനും പ്രതിഷ്ഠിക്കുന്നു. ഈശോയുടെ തിരുഹൃദയത്തിലെ എളിമ കൊണ്ട് നിങ്ങൾ നിറയട്ടെ. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. വീണ്ടും എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ നല്ല ദിവസം ചില ആൾക്കാർക്ക് ഞായറാഴ്ച തന്നെ സംബന്ധിക്കുന്നവരുണ്ട്. ചിലർ വെള്ളിയാഴ്ച, പിന്നെ എല്ലാ വെള്ളിയാഴ്ചകളിലും ഇതിൻ്റെ പുനഃസംരക്ഷണം 11 മണിക്ക് നടക്കുന്നുണ്ടല്ലോ, അത് സംബന്ധിക്കുന്നവരാകാം. ചിലപ്പോൾ യൂട്യൂബിൽ ശുശ്രൂഷ സംബന്ധിക്കും, പല സമയത്താണ്. അപ്പോൾ നിങ്ങൾ എപ്പോഴാണ് ശുശ്രൂഷ സംബന്ധിക്കുന്നത്, ആ സമയം കർത്താവിന് വലിയൊരു അനുഗ്രഹത്തിൻ്റെ സമയമായി മാറട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. വിവിധ ഭൂഖണ്ഡങ്ങളിൽ, വിവിധ രാജ്യങ്ങളിൽ ഈ ശുശ്രൂഷയിൽ ഈശോയിൽ ഒരുമിച്ച് ചേരാൻ കർത്താവ് തന്നെ നമ്മൾ വിളിച്ചു. കർത്താവിന് നമുക്ക് നന്ദി പറയാം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു ദൂത് കർത്താവ് നമുക്ക് തരും. വലിയ കൂട്ടായ്മയുടെ ശുശ്രൂഷയാണല്ലോ. പ്രിയമുള്ള സഹോദരങ്ങളെ, ശരിക്കും നമ്മൾ പരിശുദ്ധാത്മാവിന് വേണ്ടി ഒരുപാട് ദാഹിക്കണം, ഒരുപാട് കാത്തിരിക്കണം, ഒരുപാട് പ്രാർത്ഥിക്കണം, ഒരുപാട് ചോദിക്കണം. ഇതെല്ലാം ബൈബിളിലെ വചനങ്ങളാണ്. ഞാൻ മനസ്സിലാക്കിയതനുസരിച്ച് കരിസ്മാറ്റിക് നവീകരണത്തിൻ്റെ ആ ഒരു ശുശ്രൂഷകൾ ആരംഭിക്കുന്ന അമേരിക്കയിൽ പിറ്റ്സ്ബർഗിലൊക്കെ ആരംഭിക്കുന്നതിന് മുൻപ് അനേകം നാളുകൾ അവരിരുന്ന് പ്രാർത്ഥിച്ചു എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. പലപ്പോഴും വായനയിൽ നിന്നൊക്കെ മനസ്സിലാക്കുക, കം ഹോളി സ്പിരിറ്റ്, കം ഹോളി സ്പിരിറ്റ്, കം ഹോളി സ്പിരിറ്റ് എന്ന് പറഞ്ഞ് നാളുകൾ പ്രാർത്ഥിക്കുകയാണ് അല്ലേ. പരിശുദ്ധാത്മാവെ വരിക, കം ഹോളി സ്പിരിറ്റ്. അപ്പം അതുകൊണ്ട് നമ്മൾ പരിശുദ്ധാത്മാവിനെ വിളിച്ച് റുഹാദ ഖുദ്ദീസയെ വിളിച്ചിട്ടുള്ള പ്രാർത്ഥനകൾ നമ്മുടെ സമൂഹത്തിൽ, നമ്മുടെ സഭയിൽ കൂടുതൽ വരണം. എല്ലാത്തിനും നമ്മൾ പരിശുദ്ധാത്മാവിനെ ധാരാളം വിളിക്കണം, ഓരോ ദിവസം അതുപോലെ പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരുപക്ഷേ നമ്മൾ തന്നെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലതാണ്. എന്നാൽ അതേസമയം കൂട്ടായ്മയിലുള്ള പ്രാർത്ഥനയ്ക്ക് വളരെ ശക്തമായ ഒരു അഭിഷേകം കർത്താവ് തരും. പ്രത്യേകിച്ച് പാട്ടൊക്കെ പാടി സ്തുതിച്ച് ആരാധിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കൂടുതൽ നമ്മൾ ഒറ്റയ്ക്ക് വലിയൊരു കൂട്ടായ്മ ഇരുന്ന് പ്രാർത്ഥിക്കുക. നന്നായിട്ട് പാട്ടൊക്കെ പാടി നമുക്ക് കർത്താവിനെ ആരാധിച്ച് പ്രാർത്ഥിക്കാം. എഴുന്നേറ്റ് നിൽക്കാം, കുട്ടികളൊക്കെ ചാടി എഴുന്നേൽക്കാം, മടി വിചാരിക്കരുത് കേട്ടോ. എല്ലാവരും എഴുന്നേറ്റ് നിൽക്കാം, പറ്റുന്നവരെല്ലാം, ആരോഗ്യമുള്ളവരെല്ലാം എഴുന്നേറ്റ് നിൽക്കാം. കാര്യങ്ങളെല്ലാം ഉയർത്തി, കണ്ണുകൾ അടച്ച്, മനസ്സ്, ശരീരം, ആത്മാവ് എല്ലാം ഏകാഗ്രതമാക്കി നമുക്കങ്ങ് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, പരിശുദ്ധാത്മാവേ, കം ഹോളി സ്പിരിറ്റ്, കം ഹോളി സ്പിരിറ്റ്, കം ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവേ വരിക, വരിക, വരിക പരിശുദ്ധാത്മാവേ. ഓ വരിക പരിശുദ്ധാത്മാവേ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അധരങ്ങൾ കൊണ്ടുള്ള പുലമ്പലുകളല്ല, ആത്മാവിൻ്റെ പ്രാർത്ഥനയാണ് പ്രാധാന്യമുള്ള പ്രാർത്ഥന. അതുകൊണ്ട് ആത്മാവ് പ്രാർത്ഥിക്കട്ടെ, മനസ്സ് പ്രാർത്ഥിക്കട്ടെ, ശരീരം പ്രാർത്ഥിക്കട്ടെ. ഓരോരുത്തരും ഇപ്പോൾ ദാഹിച്ച് പ്രാർത്ഥിക്കട്ടെ. ഒറ്റയ്ക്കല്ല, വലിയ കൂട്ടായ്മയിൽ ഈ ശുശ്രൂഷ സംബന്ധിക്കുന്ന വൈദികരുണ്ട്, ഈ ശുശ്രൂഷ സംബന്ധിക്കുന്ന സിസ്റ്റർമാരുണ്ട്, ഈ ശുശ്രൂഷയെ സംബന്ധിക്കുന്ന അനേക സുവിശേഷ വേലക്കാരുണ്ട്. വർഷങ്ങളായിട്ട് ശുശ്രൂഷയെ സംബന്ധിക്കുന്നവര്, പുതിയതായി വന്നവര്, എല്ലാ ഗണത്തിലുമുള്ളവര്, ബാലന്മാര്, യുവാക്കന്മാര്, കുഞ്ഞുങ്ങള്, പ്രായമുള്ളവര്, വയോജനങ്ങള്, ഓരോരുത്തരും ഇപ്പോൾ പ്രാർത്ഥിക്കുകയാണ്. വലിയ കൂട്ടായ്മയിൽ ഓ പരിശുദ്ധാത്മാവേ ഞങ്ങളിലേക്ക് വ്യാപരിക്കണമേ. പരിശുദ്ധാത്മാവേ നിറവുകളായി എന്നിൽ കത്തിപ്പടരണമേ. കൈകളടിച്ച് പരിശുദ്ധാത്മാവേ മിന്നലൊളിയായി എന്നിൽ വന്നു പതിക്കണമേ. പരിശുദ്ധാത്മാവേ നിറവുകളായി എന്നിൽ കത്തിപ്പടരണമേ. പരിശുദ്ധാത്മാവേ മിന്നലൊളിയായി എന്നിൽ വന്നു പതിക്കണമേ, എന്നിൽ വന്നു പതിക്കണമേ, എന്നിൽ വന്നു പതിക്കണമേ. അവർ ഹൃദയം കൊണ്ട് പ്രാർത്ഥിക്കുകയും കരങ്ങൾ കൊണ്ട് യുദ്ധം ചെയ്യുകയും ചെയ്തു എന്നതുപോലെ ഇപ്പോൾ കരങ്ങൾ അടിക്കുമ്പോൾ പ്രാർത്ഥിക്കുകയാണ്, ഹൃദയം കൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. കണ്ണുകൾ അടിക്കട്ടെ, കരങ്ങൾ അടിക്കട്ടെ, മനസ്സുണരട്ടെ. ഓ കർത്താവേ, വലിയ ദൈവസ്നേഹത്തിന്റെ അഗ്നി, വലിയ ബേണിംഗ് ഫയർ ഞങ്ങളിൽ ജ്വലിക്കട്ടെ. സത്യത്തിന്റെ സാക്ഷിയാകാൻ കർത്താവേ, വലിയ വിശ്വാസത്തിന്റെ അഭിഷേകം, സത്യത്തിന്റെ അഭിഷേകം, വചനത്തിന്റെ അഭിഷേകം, ദൈവസ്നേഹത്തിന്റെ നിറവ്. ഓ കർത്താവേ, ഓ കർത്താവേ, വലിയ ദൈവസ്നേഹത്തിന്റെ നിറവ് വ്യാപരിക്കട്ടെ. സുവിശേഷ മൂല്യങ്ങൾ നിറഞ്ഞിടുവാൻ
സത്യത്തിന്റെ പൂർണ്ണത കണ്ടെത്തിയിടുവാൻ സുവിശേഷ മൂല്യങ്ങൾ നിറഞ്ഞിടുവാൻ സത്യത്തിന്റെ പൂർണ്ണത കണ്ടെത്തിയിടുവാൻ ദൈവസ്നേഹ പാരമ്യത്താൽ ജ്വലിച്ചിടുവാൻ ആത്മാവിന്റെ ഫലങ്ങളാൽ സാക്ഷ്യമേകുവാൻ ദൈവസ്നേഹ പാരമ്യത്താൽ ജ്വലിച്ചിടുവാൻ ആത്മാവിന്റെ ഫലങ്ങളാൽ സാക്ഷ്യമേകുവാൻ ഉറവിടമാ ദൈവമേ എന്നിൽ നിറയണമേ ഹൃദയം കൊണ്ട് ദാഹിക്കുന്നു അഭിഷേകത്തിനാൽ നീയാ കത്തിപ്പടരണമേ പാടാൻ കിട്ടുന്നില്ലെങ്കിൽ ഹൃദയം കൊണ്ട് ദാഹിക്കുന്നു ഉറവിടമാ ദൈവമേ എന്നിൽ നിറയണമേ അഭിഷേകത്തിനാൽ നീയാ കത്തിപ്പടരണമേ കൈ ഉയർത്തി കൈയടിച്ച് പരിശുദ്ധാത്മാവേ നിറവുകളായി എന്നിൽ കത്തിപ്പടരണമേ പരിശുദ്ധാത്മാവേ നിന്നോളിയായി എന്നിൽ വന്നു പതിക്കണമേ പരിശുദ്ധാത്മാവേ നിറവുകളായി എന്നിൽ കത്തിപ്പടരണമേ പരിശുദ്ധാത്മാവേ നിന്നോളിയായി എന്നിൽ വന്നു പതിക്കണമേ എന്നിൽ വന്നു പതിക്കണമേ എന്നിൽ വന്നു പതിക്കണമേ വേണ്ട നന്നായി കരങ്ങളടിച്ച് നന്നായി സ്തുതിക്കുകയാണ് നന്നായിട്ട് പ്രാർത്ഥിക്കുകയാണ് കാഴ്ചക്കാരായി നിൽക്കരുത് വലിയ കൃപയുടെ മണിക്കൂറാണല്ലോ ഇത് വലിയ അഭിഷേകത്തിന്റെ സമയമാണല്ലോ ഇത് ഉദ്ധിതന്റെ അഭിഷേകം ഉദ്ധിതനായ കർത്താവിന്റെ അഭിഷേകം തളർന്നിരുന്ന സ്നേഹന്മാരെ ഉണർത്തിയ അഭിഷേകം ഓ സിയൻ പുത്രി നീ പൊടിയിൽ നിന്ന് ചാരത്തിൽ നിന്ന് തട്ടിക്കുടഞ്ഞ് എഴുന്നേൽക്കുക കർത്താവിന്റെ മഹത്വം നിന്നിൽ ഉദിക്കുന്ന സമയമാണല്ലോ ഇത് ഉദ്ധിതനാമേശുവിൻ അഭിഷേകമേ ഉദ്ധാനത്തിൽ വെളിപ്പെട്ടൊരഭിഷേകമേ ഉദ്ധിതനാമേശുവിൻ അഭിഷേകമേ ഉദ്ധാനത്തിൽ വെളിപ്പെട്ടൊരഭിഷേകമേ സ്ത്രീകന്മാരെ ഉണർത്തിയോ അഭിഷേകമേ ആത്മരക്ഷ നൽകുന്ന അഭിഷേകമേ സ്ത്രീകന്മാരെ ഉണർത്തിയോ ആത്മരക്ഷയുടെ അഭിഷേകം ആത്മരക്ഷ നൽകുന്ന അഭിഷേകമേ കാലഘട്ടത്തിന് ആവശ്യമാ അങ്ങേ ശക്തി നൽകണേ തിന്മദണ്ഡിനങ്ങൾക്കെതിരാ അങ്ങേ രാജ്യം വരണേ ഈ കാലഘട്ടത്തിന്റെ അഭിഷേകം കാലഘട്ടത്തിന് ആവശ്യമാ അങ്ങേ ശക്തി നൽകണേ തിന്മദണ്ഡിനങ്ങൾക്കെതിരാ അങ്ങേ രാജ്യം വരണേ കൈകൾ ഉയർത്തി കൈയടിച്ച് പരിശുദ്ധാത്മാവേ നിറവുകളായി എന്നിൽ കത്തിപ്പടരണമേ പരിശുദ്ധാത്മാവേ മിന്നലൊളിയായി എന്നിൽ വന്നു പതിക്കണമേ പരിശുദ്ധാത്മാവേ നിറവുകളായി എന്നിൽ കത്തിപ്പടരണമേ പരിശുദ്ധാത്മാവേ മിന്നലൊളിയായി എന്നിൽ പരിശുദ്ധാത്മാവേ വ്യാപരിക്കണമേ അപ്പസ്തലന്മാരെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ പരിശുദ്ധാത്മാവേ വ്യാപരിച്ചതുപോലെ സഭയിലൂടെ വർഷിക്കപ്പെടുന്ന പരിശുദ്ധാത്മാവേ വിശുദ്ധാത്മാക്കളുടെ കൂട്ടായ്മയിൽ പ്രാർത്ഥിക്കുന്നു രക്തസാക്ഷികളുടെ കൂട്ടായ്മയിൽ പ്രാർത്ഥിക്കുന്നു സകലദാസന്മാരുടെ കൂട്ടായ്മയിൽ പ്രാർത്ഥിക്കുന്നു വിജയസഭയുടെ കൂട്ടായ്മയിൽ പ്രാർത്ഥിക്കുന്നു ഓ പരിശുദ്ധാത്മാവേ ഓരോരുത്തരും വന്ന് നിറയണമേ കർത്താവേ ബാലന്മാര് വന്ന് നിറയണമേ യുവാക്കന്മാര് വന്ന് നിറയണമേ ഓ കർത്താവേ തകർന്നു കിടക്കുന്ന കുടുംബ ബന്ധങ്ങൾ ഇപ്പോൾ നിൽക്കുന്ന കുടുംബ ബന്ധങ്ങൾ ഇപ്പോൾ പരിശുദ്ധാത്മാവിൽ കൂടി ചേരേണ്ടെന്ന് കൽപ്പിക്കുന്നു ഓ കർത്താവേ നാളുകളായി കുടുംബങ്ങളുടെ ഭിന്നത കലഹം വഴക്ക് കേസുകൾ അതിർത്തി തർക്കങ്ങൾ നിരാശ പലതരത്തിലുള്ള മിണ്ടാതിരിക്കുന്ന അവസ്ഥകൾ പിണങ്ങി കഴിയുന്ന അവസ്ഥകൾ ഓ പരിശുദ്ധാത്മ ശക്തിയാൽ ഇപ്പോൾ കെട്ടുകൾ അഴിഞ്ഞ് കുടുംബങ്ങൾ ഐക്യം പ്രാപിക്കട്ടെ ഓ കർത്താവേ സഭാ സമൂഹങ്ങളിൽ പലതരത്തിലുള്ള ഞെരുക്കങ്ങൾ അനുഭവപ്പെടുന്നവർ ഓ കർത്താവേ ഭിന്നതയുടെ കലഹത്തിന്റെയും എല്ലാ സ്വാധീനങ്ങളും മാറി സഭകളിൽ വലിയ ഐക്യത്തിന്റെ കൃപ ഇപ്പോൾ വ്യാപരിക്കട്ടെ ഓ കർത്താവേ തകർന്നു കിടക്കുന്ന വ്യക്തി ജീവിതങ്ങളെ പണിതുയർത്തുന്ന പരിശുദ്ധാത്മ ശക്തി ഇപ്പോൾ തളർന്നിരിക്കുന്നവർ യേശുവിന്റെ നാമത്തിൽ എഴുന്നേൽക്കട്ടെ
തളർന്നവർ, മാനസികമായി തളർന്നവർ, ആത്മീയമായി തളർന്നവർ പരിശുദ്ധാത്മ ശക്തിയാൽ ഇപ്പോൾ എഴുന്നേൽക്കുന്നത് കൽപ്പിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. കണ്ണുകളടച്ച് കരങ്ങൾ കൂപ്പി പരിശുദ്ധ അമ്മ, പരിശുദ്ധാത്മാവിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടവൾ അമ്മ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നമുക്ക് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകും. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. Praise the Lord. ഹല്ലേലൂയ. Hallelujah. നമുക്കിരിക്കാം. എല്ലാവരും കർത്താവ് തൊട്ടിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. Praise the Lord. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം പകരത്തിന് പകരം എന്ന ചിന്ത വരുമ്പോൾ എന്തു ചെയ്യണം എന്നതിനെ കുറിച്ചാണ്. അവർക്ക് പറഞ്ഞ ഹല്ലേലൂയ. Hallelujah. ജീവിതത്തിൽ ചില ഞെരുക്കങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ, ജീവിതത്തിൽ ചില മനസ്സിലാക്കപ്പെടാത്ത അവസ്ഥകൾ ജീവിതത്തിൽ വന്നു പതിക്കുമ്പോൾ, അപമാനത്തിൻ്റെ മഴ നമ്മുടെ ജീവിതത്തിൽ പെയ്തിറങ്ങുമ്പോൾ, നമ്മളെ സ്നേഹിച്ചവർ നമ്മളെ ചതിക്കുമ്പോൾ, ആർക്ക് വേണ്ടിയിട്ട് നമ്മൾ നിന്നോ അവർ തന്നെ നമ്മളെ വിറ്റ് കാശ് മേടിക്കുമ്പോൾ ഒക്കെ, ബില്ലില്ല, കൺസെൻ്റ് ഇല്ല ഒക്കെ ആവാം, പൂർണ്ണമായ അറിവ് സമ്മതം ഒന്നും ഇല്ലെങ്കിലും ഒക്കെ മനസ്സിലൂടെ കടന്നു പോകുന്ന ചില പാസിങ് തോട്ട്സ് ഉണ്ട്, ചില ചിന്തകൾ വരും. ഒരു കാലം കഴിയട്ടെ, ഒക്കെ അനുഭവിക്കും, അറിയാതെ ഒരു ചിന്ത. അല്ലെങ്കിൽ പണ്ട് പഴയ നിയമത്തെ ചിലരൊക്കെ പ്രാർത്ഥിച്ചതുപോലെ ഒരു മാനസാന്തര മുമ്പുള്ളൊക്കെ ഒരു പ്രാർത്ഥനയാണ്, കർത്താവേ അവരെ കാഴ്ചകൾ സ്വീകരിക്കരുത്. അല്ല എന്നുണ്ടെങ്കിൽ നമ്മളോട് ഇങ്ങനെയൊക്കെ ചെയ്തവർ തൻ്റെ ജീവിതത്തിൽ അവർക്ക് ഇതുകൊണ്ടൊന്നായിരിക്കണം ഏതെങ്കിലുമൊക്കെ കാരണത്തിൽ ഇവർ ഇതേപോലെയുള്ള ചില സംഗതികളിലൂടെയോ ഇതിൽ കൂടുതലായ ചില അവസ്ഥകളൂടെ കടന്നു പോകുമ്പോൾ നമുക്കൊക്കെ വരുന്ന ചില മനോവികാരം, ഇതെല്ലാം ഈ ഗണത്തിൽ പെടുന്നവയാണ്. അവർക്ക് പറഞ്ഞ ഹല്ലേലൂയ. Hallelujah. അപ്പോൾ ഇങ്ങനത്തെയുള്ള സാഹചര്യങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ എല്ലാത്തിനും ഈ ലോകത്തിൽ ലൗകിക തലത്തിൽ എന്ത് ചെയ്യണം എന്നതിനെക്കുറിച്ചുള്ള അറിവുകളുണ്ട്. എന്നാൽ അതിനൊക്കെ എത്രയോ മുൻപ് ഇങ്ങനെ കടന്നു പോകുന്ന ചിന്തകൾക്ക് പോലും എന്ത് ചെയ്യണമെന്ന് ബൈബിൾ വ്യക്തമായിട്ട് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ചില കാര്യങ്ങൾ നമുക്ക് അക്കം വിട്ട് പഠിക്കാൻ പരിശ്രമിക്കാം. നിങ്ങൾ എഴുതിയെടുക്കുന്ന വളരെ നല്ലതായിരിക്കും, വളരെ ഉപകാരപ്പെടും. ചിലത് കേട്ടാൽ മറന്നു പോകും. കുറച്ച് നമുക്കൊരാവശ്യം വരുമ്പോൾ ഇതൊന്ന് എടുത്ത് മറച്ചു നോക്കണം. എന്നിട്ട് അതൊക്കെ ജീവിക്കാൻ കർത്താവ് ചില അവസരങ്ങൾ തരാതിരിക്കട്ടെ, പക്ഷേ തന്നാൽ നമുക്കത് പ്രയോജനപ്പെടുത്തണം. ഒന്നാമത്തെ കാര്യം ചെയ്യേണ്ടതെന്ന് പറയുന്നത് ഇതാണ് സഹോദരങ്ങളെ, ഇങ്ങനത്തെ ഒരു അവസ്ഥകളിലൂടെ കടന്നു പോകുമ്പോൾ ഞാൻ തിരിച്ചു ചെയ്യും എന്ന് പറയരുതെന്ന് ബൈബിൾ പഠിപ്പിക്കുക. സുഭാഷിതങ്ങളുടെ പുസ്തകത്തിൽ 24-ാമത്തെ അധ്യായത്തിൽ 29-ാം തിരുവചനം, ബുക്ക് ഓഫ് പ്രോവേർബ്സ് ചാപ്റ്റർ 24:29, എന്നോട് പ്രവർത്തിച്ചതുപോലെ ഞാൻ അവനോടും പ്രവർത്തിക്കും, അവൻ ചെയ്തതിന് ഞാൻ പകരം ചെയ്യും എന്ന് നീ പറയരുത് എന്ന് പറയുമ്പോൾ പറയാനൊരു സാധ്യതയുള്ളത് കൊണ്ടാണ് പറയരുതെന്ന് പറയുന്നത്, അല്ലേ? വീഴാനൊരു സാധ്യതയുള്ളത് കൊണ്ടാണ് ശ്രദ്ധിച്ച് നടക്കണമെന്ന് പറയുന്നത്, അല്ലേ? മോനെ, നീ ഇതൊക്കെ സൂക്ഷിക്കണം, നഷ്ടപ്പെടാൻ നോക്കണം, നഷ്ടപ്പെടാൻ സാധ്യതയുള്ളത് കൊണ്ടാണത്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനത്തെയൊക്കെ ചില അവസ്ഥകൾ വരുമ്പോൾ ഇങ്ങനെയൊക്കെ പറഞ്ഞ ബൈബിളിൽ ചില ആൾക്കാരുണ്ട്. നിങ്ങൾക്കറിയാം, പഴയ നിയമത്തിൽ ഏസാവിനെ യാക്കോബിൻ്റെ സംഭവത്തിൽ യാക്കോബ് ഈ ഏസാവിൻ്റെ അനുഗ്രഹങ്ങൾ രണ്ടെണ്ണം ഒരുമിച്ച് തട്ടിയെടുത്ത് കഴിഞ്ഞപ്പോൾ ഏസാവ് അന്ന് പറയുന്ന ഒരു വാക്കുണ്ട്. എന്നാ വാക്കെന്നറിയാവോ? എനിക്കൊരു ദിവസം വരും, അന്ന് ഞാൻ അവരെ കൊല്ലും. പറയാം, അല്ലേ? മനസ്സിന് മുറിവേൽക്കുമ്പോൾ
മനസ്സിന് അതുപോലെ കഠിനമായ വേദനിപ്പിക്കുന്ന അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് വരിക, ഐ വിൽ ഗെറ്റ് എ ചാൻസ്, എനിക്കൊരു ദിവസം വരും അന്ന് ഞാൻ, കേട്ടോ. അതുകൊണ്ട് ബൈബിൾ പഠിപ്പിക്കുകയാണ്, എന്നോട് പ്രവർത്തിച്ചതുപോലെ ഞാൻ അവനോടും പ്രവർത്തിക്കും നീ ഹൃദയത്തിൽ പറയരുത്, പകരത്തിന് പകരം നീ ചിന്തിക്കരുത്. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നാലും എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഈ ചിന്ത വരും അല്ലേ. ഓക്കെ, നമ്മൾ പറയുന്നില്ല എന്നുള്ളത് ശരി, പ്രവർത്തിക്കുന്നില്ല എന്നുള്ളത് ശരി, എന്നാലും ഈ ചിന്ത വരും. അങ്ങനെ ഒരു ചിന്ത വരുമ്പോൾ എന്താണ് ചെയ്യേണ്ടത്? റോമാലേഖനത്തിൽ 12-ാമത്തെ അധ്യായത്തിൽ 19-ാം തിരുവചനം, ലെറ്റർ റോമൻസ് ചാപ്റ്റർ 12 വേഴ്സ് 19. പ്രിയപ്പെട്ടവരെ, പ്രതികാരം നിങ്ങൾ തന്നെ ചെയ്യാതെ അത് ദൈവത്തിൻ്റെ ക്രോധത്തിന് വിട്ടേക്കുക. എന്തെന്നാൽ ഇപ്രകാരം എഴുതപ്പെട്ടിരിക്കുന്നു, പ്രതികാരം എൻ്റേതാണ്, ഞാൻ പകരം വീട്ടുമെന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ദൈവവചനം വെളിപ്പെടുത്തുകയാണ്, നമ്മുടെ ഉള്ളിൽ ഈ പകരം വീട്ടണമെന്നുള്ള ചിന്ത എന്ന് പറയുന്നത് എന്താണ്? അത് നേരിട്ട് നിങ്ങൾ ചെയ്യണ്ട, അത് ദൈവത്തിന് വിട്ടേക്കുക. എന്ന് പറഞ്ഞാൽ ആ വ്യക്തിയോട് ദൈവം എങ്ങനെയാണോ അതിന് പകരം വീട്ടേണ്ടത് അത് ദൈവം ചെയ്തോട്ടെ. പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ നമുക്കൊരു ചിന്തയുണ്ട് അല്ലേ, നമുക്കിടെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്തോ പറയോ ഇതിനൊക്കെ ചെയ്താൽ മറ്റവൻ അവൻ്റെ ഇരട്ടി ദൈവം കൊടുക്കും. അങ്ങനെയൊന്നുമില്ല, അങ്ങനെയൊന്നും ചിന്തിക്കരുത്, മനസ്സിലായോ? ഞാൻ ഓർക്കാണ്, പിന്നെ ഇപ്പം ഞാൻ പെട്ടെന്ന് ടോക്കിൻ്റെ ഇടയ്ക്ക് പെട്ടെന്ന് ഇങ്ങോട്ട് ഓർമ്മയിൽ വന്നപ്പോൾ പറയുകയാണ്, അപ്പോൾ വിശുദ്ധൻ്റെ പേര് കൃത്യം ഓർക്കുന്നില്ല, പക്ഷേ ഞാൻ ഇവിടെ വായിച്ചപ്പോൾ ഓർത്തൊരു കാര്യമാണ്. അവിടെ വിശുദ്ധൻ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്, മറ്റൊരാളുടെ പറയുകയാണ്, എനിക്ക് നിന്നോട് ഒടുങ്ങാത്ത പകയുണ്ട്, ഒടുങ്ങാത്ത കലിയുണ്ട്, എനിക്ക് നിന്നോട് ഒടുങ്ങാത്ത പ്രതികാരമുണ്ട്, ആ പ്രതികാരം ഞാൻ നിറവേറ്റും. ആ പ്രതികാരം നിറവേറ്റുന്നത് ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന മാർഗമാണ് ഞാൻ നിന്നോട് ക്ഷമിക്കുന്നു. ആ പ്രതികാരം നിറവേറ്റുന്നതിന് ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന മാർഗമാണ് ഞാൻ നിന്നോട് ക്ഷമിക്കുന്നു. അതിൻ്റെ അർത്ഥമെന്ന് പറയുന്നത്, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവം അവന് കൊടുക്കുന്ന, ദൈവം ചെയ്യുന്ന പ്രതികാരം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവനെ കർത്താവ് ഒരു സമയം കഴിയുമ്പോൾ മാനസാന്തരത്തേക്ക് കൊണ്ടുവരുമെന്നുള്ളതാണ് ദൈവത്തിൻ്റെ പ്രതികാരം എന്ന് പറയുന്നത്. അവർക്ക് പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. അവൻ മാനസാന്തരപ്പെട്ട് നമ്മുടെ അടുത്ത് വരുന്നതിനേക്കാൾ കൂടുതൽ എന്തുണ്ട് പ്രിയപ്പെട്ട സഹോദരൻ അതിനപ്പുറത്തൊരു സംഗതി എന്ന് പറയും. നമ്മുടെ അടുത്ത് വന്നാലും വന്നില്ലേ. ഇനി ഈ പ്രതികാരം ദൈവത്തിന് വിടുക, ആ സംഭവം ദൈവത്തിന് വിട്. നിങ്ങൾ എന്ത് ചോദിക്കുക, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കീഴ്ക്കോടതി അല്ലെങ്കിൽ അങ്ങനത്തെ കോടതിയിൽ കേസ് മേൽക്കോടതിയിലേക്ക് വിട്ടു, അല്ലെങ്കിൽ പോലീസ് കേസ് ക്രൈംബ്രാഞ്ചിന് വിട്ടു, ക്രൈംബ്രാഞ്ച് CBIക്ക് വിട്ടു അല്ലേ, പിന്നെ അതിൻ്റെ മുകളിലോട്ട് വിട്ടു എന്ന് പറയുന്നത് പോലെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ, ഇതൊക്കെ നന്നായിട്ട് ക്ലിയർ ഔട്ട് ചെയ്യാൻ പറ്റിയ ആൾ വേറെ ഇരിപ്പുണ്ട്. അവിടത്തേക്ക് വിട്, നീ എന്തിനത് പിടിച്ചു വെച്ചോണ്ടിരിക്കുന്നത്? അവർക്ക് പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരുമിച്ച് പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ വിട്ടുകൊടുക്കണം എന്നുണ്ടെങ്കിൽ വേറൊരു ദൈവിക ചിന്ത നമ്മുടെ മനസ്സിലുണ്ടെങ്കിലേ പറ്റുള്ളൂ. അതിന് പറ്റിയൊരു വചനമുണ്ട്. ആ വചനം 103-ാം സങ്കീർത്തനം 10-ാം തിരുവചനമാണ്. ആ വചനം ഇങ്ങനെയാണ്, നമ്മുടെ പാപങ്ങൾക്കൊത്ത് അവിടുന്ന് നമ്മെ ശിക്ഷിക്കുന്നില്ല, നമ്മുടെ അകൃത്യങ്ങൾക്കൊത്ത് നമ്മോട് പകരം ചെയ്യുന്നില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, നമ്മളെ ഇന്നോളം അറിഞ്ഞും അറിയാതെയും, നാട്ടുകാരറിഞ്ഞും വീട്ടുകാരറിഞ്ഞും വീട്ടുകാരറിയാതെയും ചെയ്തു കൂട്ടിയ മുഴുവൻ കാര്യങ്ങൾക്കും കർത്താവ് ശിക്ഷ വിധിക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു 10 പ്രാവശ്യം തൂക്കിക്കൊള്ളേണ്ട സമയമായില്ലേ അല്ലേ? ചിന്തിച്ചു നോക്കിയേ. നമ്മൾ ചെയ്തു കൂട്ടുന്ന കാര്യങ്ങൾക്ക് ദൈവം തക്ക വിധം അപ്പം തന്നെ ശിക്ഷ തരങ്ങൾ എന്താവും നമ്മുടെ സ്ഥിതി എന്ന് ചിന്തിച്ചു നോക്കിയേ. അതാണ് ദൈവത്തിൻ്റെ വചനം. നമ്മുടെ പാപങ്ങൾക്കൊത്തോ നമ്മുടെ അകൃത്യങ്ങൾക്കൊത്തോ അവിടുന്ന് പകരം ചെയ്യുന്നില്ല, അവരങ്ങനെ ചെയ്യുന്നില്ല. അവർക്ക് പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. അതിന് പകരം ഈശോ മിശിഹാ തന്നെ കുരിശിൽ പരിഹാരം ചെയ്യുകയാണ് അല്ലേ? ഈശോ തന്നെയാണ് പരിഹാരം ചെയ്യുന്നത്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജോബിൻ്റെ പുസ്തകത്തിൽ ജോബിൻ്റെ ജീവിതത്തിൽ ചില സഹനങ്ങളും ഞെരുക്കങ്ങളൊക്കെ അനുവദിച്ചു കഴിഞ്ഞപ്പോൾ ജോബ്, നിങ്ങൾ ചിന്തിച്ച് നോക്കിയാൽ നിങ്ങൾ ചിന്തിച്ച് വേറൊന്നും ഓർക്കണം. ഈ ജോബിനെതിരെ ഈ പറയുന്ന ചുറ്റും നിന്ന ആൾക്കാർ പറയുന്നത്, ജീവിത പങ്കാളി പറയുന്ന സെൻറ്റൻസുകൾ മാത്രം കേട്ടാൽ മതി അല്ലേ? അപ്പോഴും എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ജോബിൻ്റെ പുസ്തകത്തിൽ മനോഹരമായ വചനമുണ്ട്.
ജോബിൻ്റെ പുസ്തകത്തിൽ 11-ാമത്തെ അധ്യായത്തിൻ്റെ 6-ാം തിരുവചനമാണ്. ബുക്ക് ഓഫ് ജോബ് ചാപ്റ്റർ 11:6. അതിതാണ്: നിന്റെ അകൃത്യങ്ങൾ അർഹിക്കുന്നതിനേക്കാൾ കുറച്ച് മാത്രമേ ദൈവം നിന്നിൽ നിന്ന് ഈടാക്കിയിട്ടുള്ളൂ എന്ന് മനസ്സിലാക്കുക. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്ത കൂട്ടം നമുക്കൊരു ചെറിയ ഒരു അപവാദം വരുമ്പോൾ, ചെറിയൊരു പ്രശ്നം വരുമ്പോൾ, ചെറിയൊരു അവസ്ഥ വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ആത്മീയ രഹസ്യമെന്ന് പറയുന്നത്, നമ്മുടെ രഹസ്യ പാപങ്ങൾക്ക് ഒരുപാട് തരത്തിൽ നമ്മൾ സഹിക്കേണ്ടതായിട്ടുണ്ട്. എന്നാൽ കർത്താവ് ഒരു കുറച്ച്, അല്ലേ, 100 രൂപ, പക്ഷേ ഒരു 10 രൂപ അത്ര ഈടാക്കുന്നുള്ളൂ. ചിന്തിച്ചു നോക്കിയേ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പം ദൈവം നമ്മളിൽ നിന്ന് ഈണാക്കുന്നിട്ട് അത്ര ഈണാക്കാതെ വളരെ ഇളച്ച് തന്ന്, ഇതൊക്കെ പറയുമ്പോൾ പുതിയ നിയമത്തിലെ വചനങ്ങൾ നിങ്ങൾ ഓർക്കണം, അല്ലേ? കർത്താവ് വന്നിട്ട് പിന്നെ ഗോതമ്പ് ഇത്ര തിരുത്തി എഴുതുക, മറ്റേ എണ്ണ തിരുത്തി എഴുതുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പറയുന്ന രംഗങ്ങളൊക്കെ മനസ്സിൽ, പുതിയ നിയമത്തിൻ്റെ രംഗങ്ങൾ മനസ്സിൽ ഓർക്കണം. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ചെയ്യേണ്ട കാര്യമെന്ന് പറയുന്നത്, ഒന്ന്, ആദ്യത്തെ ഒരു വചനം തന്നെയാണ്. ആദ്യത്തെ വചനം സുഭാഷ് 24:24 നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അതായത് പകരത്തിന് പകരം ചെയ്യും, എന്നോട് പ്രവർത്തിച്ചാൽ അവനോട് പ്രവർത്തിക്കുമെന്ന് പറയരുത്. അതന്നെ ആദ്യത്തെ പ്രിൻസിപ്പിൾ. അതെങ്ങനെ പറയാതിരിക്കണമെങ്കിൽ ഈ ഒരു ആത്മീയ രഹസ്യം നമ്മുടെ ജീവിതത്തിൽ വേണം. അതാണ് ഒന്നാമത്തെ കാര്യം. കർത്താവിന് പ്രതികാരം വിട്ടേക്കുക. ഒപ്പം തന്നെ നമ്മൾ ഒരുപാട് സഹിക്കേണ്ടതായിട്ടുണ്ട്. കർത്താവ് ഇന്നേ വരെ അതിനനുസരിച്ച് നമ്മളോട് ചെയ്തിട്ടില്ല, വളരെ കുറച്ച് ഈടാക്കിയിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ കർത്താവിന് വിട്ടുകൊടുത്തേക്കുക. പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനി രണ്ടാമത്തെ ഒരു മേഖലയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, പിന്നെ നമ്മൾ എന്ത് ചെയ്യണം? റോമാ ലേഖനത്തിൽ 12-ാമത്തെ അധ്യായത്തിൽ 17-ാം തിരുവചനം. ലെറ്റർ റോമൻസ് ചാപ്റ്റർ 12:17. തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യരുത്, പിന്നെയോ ഏവരുടെയും ദൃഷ്ടിയിൽ ശ്രേഷ്ഠമായത് പ്രവർത്തിക്കാൻ ശ്രദ്ധിക്കുവിൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോ ശ്രദ്ധിക്കണം, നമ്മൾ പകരത്തിന് പകരം ചിന്തിക്കുന്നില്ല, പകരത്തിന് പകരം ചെയ്യുമെന്ന് പറയുന്നില്ല, പകരത്തിന് പകരമായിട്ട് അങ്ങനത്തെ യാതൊരു തരത്തിലുള്ള ആക്ഷൻസും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നില്ല. പക്ഷേ അതുകൊണ്ട് മാത്രം ആയില്ല എന്ന് ദൈവത്തിൻ്റെ വചനം വെളിപ്പെടുത്തുക. പിന്നെ എന്ത് ചെയ്യണമെന്നറിയാവോ? അവിടെ കൊണ്ട് നിൽക്കരുത്, അവിടെ കൊണ്ട് കാര്യങ്ങൾ തീർന്നില്ല. പിന്നെയോ ആ ഒരു സാഹചര്യത്തിൽ മറ്റുള്ളവരുടെ ദൃഷ്ടിയിൽ ഏറ്റവും ശ്രേഷ്ഠമായത് നീ ചെയ്യുക. ആ ശ്രേഷ്ഠമായത് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാവോ? അതെൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എത്രമാത്രം നന്മ ചെയ്യാൻ പറ്റുമോ അത്രയും നന്മ അങ്ങോട്ട് ചെയ്യാം. തെസ്സലോനിക്കക്കാർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനത്തിൽ 5-ാമത്തെ അധ്യായത്തിൽ 15 തിരുവചനം. ഫസ്റ്റ് തെസ്സലോനിയൻസ് ചാപ്റ്റർ 5:15. ആരും ആരോടും തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതിരിക്കാനും തമ്മിലും എല്ലാവരോടും സദാ നന്മ ചെയ്യാനും ശ്രദ്ധിക്കുവൻ. അപ്പുറത്ത് നമ്മൾ വായിച്ചത് ശ്രേഷ്ഠമായത് ചെയ്യുക, ബൈബിളിൽ ശ്രേഷ്ഠമായത് ചെയ്യുക എന്ന് പറയുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവർക്ക് വീണ്ടും നന്മ ചെയ്യുക എന്നുള്ളതാണ്, അല്ലേ? ചിന്തിച്ച് നോക്കിയേ, ചിന്തിച്ച് നോക്ക് എൻ്റെ സഹോദരങ്ങളെ, ലൈഫ് വെച്ച് നോക്കണ്ടേ? അവർക്ക് പറഞ്ഞു ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ നമുക്ക് നന്മ ചെയ്ത് മുന്നോട്ട് പോയാൽ, ഞാനൊരു കാര്യം നിങ്ങളോട് പറയുകയാണ്. ഈ രണ്ടാമത്തെ ഭാഗം നമ്മൾ അപ്ലൈ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ, ഏത് ഈ നന്മ ചെയ്യുക എന്ന പ്രസംഗങ്ങൾ അപ്ലൈ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ, ആദ്യ ഭാഗം ഉണ്ടല്ലോ, അതായത് ഞാൻ പകരത്തിന് പകരം ചെയ്യും എന്ന് പറയുമെന്ന് പറഞ്ഞില്ലേ, അതിന് പിന്നെ എക്സസൈസ് ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിക്കുക, ഒരു ഇഷ്യൂ ഉണ്ടായതിന് ശേഷം പകരത്തിന് പകരം ചെയ്യാതിരിക്കുക എന്നുള്ള ആ ചിന്തയെക്കുറിച്ചല്ല, അല്ലെങ്കിൽ ആ വിഷയം ഉണ്ടായതിനു ശേഷം അവർക്ക് നന്മ ചെയ്യുക എന്നതും അല്ല ഉദ്ദേശിക്കുന്നത്. മറിച്ച് സദാസമയവും നമ്മൾ ഈ രണ്ടാമത്തെ ഭാഗം, അതായത് ഈ നന്മ ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ള ഭാഗം ക്ലിയർ ആക്കിക്കൊണ്ടിരുന്നാൽ ഈ പറഞ്ഞ ആദ്യത്തെ സംഗതികൾക്കൊന്നും എക്സസൈസ് എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ സാഹചര്യം പോലും വരികയില്ല. അതിനു വേണ്ടി ചില വചനങ്ങൾ നിങ്ങൾക്ക് തരികയാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഞാൻ ഇത്രയും കാലം വചന ശുശ്രൂഷയൊക്കെ നടത്തേണ്ടി വിളിച്ചത്, ഞാൻ നടത്തിയെന്ന് പോലെ ശരിയൊന്നല്ല, ഈശോ നമ്മളോട് പ്രവർത്തിച്ച കാര്യങ്ങൾ ആണ് ചെയ്ത് മനസ്സിലാക്കാൻ വരുമ്പോൾ ചില പാക്കേജ്, കുറച്ച് വചനങ്ങളുണ്ടെങ്കിൽ ആ വചനങ്ങൾ നമ്മൾ അതുപോലെ ശക്തിപ്പെടുത്തിക്കൊണ്ടിരിക്കും. അങ്ങനത്തെ 2-3 വചനങ്ങൾ നിങ്ങൾക്ക് തരാം, അപ്പോഴത്തേക്ക് സമയമാകും. പറഞ്ഞ് ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്നാമത്തെ സംഗതി ഇതാണ്,
അതായത് നമുക്ക് ചെയ്ത് കിട്ടണം നമ്മൾ ആഗ്രഹിക്കുന്നത് നമ്മൾ മറ്റുള്ളവർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. മത്തായിയുടെ സുവിശേഷത്തിൽ 7-ാമത്തെ അധ്യായത്തിൻ്റെ 12-ാം തിരുവചനമാണ്. മറ്റുള്ളവർ നിങ്ങൾക്ക് ചെയ്ത് തരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നതെല്ലാം നിങ്ങൾ അവർക്ക് ചെയ്യുവിൻ, ഇതാണ് നിയമവും പ്രവാചകന്മാരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൈബിളിലുള്ള എല്ലാ തരത്തിലുമുള്ള പഴയ നിയമ ഗ്രന്ഥങ്ങളെ എല്ലാം കൂടി എടുത്തുകൊണ്ട് പറയുകയാണ്, ഇതാണ് നിയമവും പ്രവാചകന്മാരെ ടോട്ടൽ സുവർണ്ണ നിയമം എന്നൊക്കെ പറയുന്ന പോലെ മറ്റുള്ളവർ നിങ്ങൾക്ക് ചെയ്ത് തരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നതെല്ലാം നിങ്ങൾ അവർക്ക് ചെയ്ത് കൊടുക്കുവിൻ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. നമുക്കൊരു വെള്ളം എടുത്ത് ആരെങ്കിലും ഒന്ന് തന്നായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്ന ഒരു ചിന്തയുണ്ടെങ്കിൽ അല്ലേ, അങ്ങോട്ട് ഒരു സാഹചര്യം വരുമ്പോൾ നമ്മൾ വേഗം അങ്ങോട്ട് ചെയ്ത് കൊടുത്തോണ്ടിരിക്കണം. അതിനോട് ചേർന്ന് പോകുന്ന മറ്റൊരു വചനമാണ് ലൂക്കായുടെ സുവിശേഷം 6-ാമത്തെ അധ്യായത്തിന് 31-ാം തിരുവചനം. മറ്റുള്ളവർ നിങ്ങളോട് എങ്ങനെ പെരുമാറണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ അങ്ങനെ തന്നെ നിങ്ങൾ അവരോട് പെരുമാറുവിൻ. നിങ്ങളുടെ ആരെങ്കിലും തട്ടിക്കയറുന്ന നിങ്ങൾക്ക് ഇഷ്ടമാണോ? കോപിക്കുന്ന ഇഷ്ടമാണോ? ചീത്ത പറയുന്ന ഇഷ്ടമാണോ? മറിച്ച് എന്താ നമ്മൾ പ്രതീക്ഷിക്കുന്നത്? സ്നേഹം, ബഹുമാനം, ആദരവ് അല്ലേ? അപ്പം നോക്കിയേ, എന്ത് ചെയ്ത് കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നുവോ അത് ചെയ്തു കൊടുക്കുക. എങ്ങനെ പെരുമാറണമെന്ന് ആഗ്രഹിക്കുന്നു അങ്ങനെ പെരുമാറിക്കൊണ്ടിരിക്കുക. അതൊക്കെ പ്രാക്ടീസ് ചെയ്യാൻ തോന്നുന്നു നോക്കിയേ അല്ലേ? അതല്ലേ വചനം റോമ 13:7 വചനം നിങ്ങൾക്ക് അറിയാമല്ലോ. ഓരോരുത്തർക്കും അവകാശപ്പെട്ടത് കൊടുക്കുവിൻ. നികുതി അവകാശപ്പെടുന്ന നികുതി, ചുങ്കം അവകാശപ്പെടുന്ന ചുങ്കം, ആദരം അറക്കുന്നതിന് ആദരം, ബഹുമാനം നൽകേണ്ടതിന് ബഹുമാനം. ഈശോയുടെ ജീവൻ കണ്ടിട്ട് നോക്കിയേ, എന്താ ഈശോയുടെ ജീവിതത്തിൽ? ചുങ്കം പിരിക്കാൻ വരുന്നവന് അല്ലേ ഞങ്ങൾ നികുതി കൊടുക്കണോ വേണ്ടയോ? സീസറിന് കൊടുക്കൂ, ദൈവത്തിന് കൊടുക്ക്. നികുതി ചുങ്കം പോട്ടെ അല്ലേ? പിലാത്തോസിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ചിന്തിച്ച് നോക്കിയേ, ആദരം അറക്കുന്ന ആദരം, ബഹുമാനം അറക്കുന്നതിന് ബഹുമാനം. ശാപയോഹന്നാന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ അങ്ങനെ നമ്മൾ ചെയ്യാൻ തുടങ്ങിയാൽ എന്താ സംഭവിക്കുന്നറിയാവോ? ലൂക്ക് 6:38 കൊടുക്കുമെൻ നിങ്ങൾക്ക് കിട്ടും, അമർത്തി കുലുക്കി നിറച്ചളഞ്ഞ് അവർ നിങ്ങളെ മടിയിൽ ഇട്ടു തരും, നിങ്ങൾ അളക്കുന്ന അളവ് കൊണ്ട് തന്നെ നിങ്ങൾക്കും അളന്ന് കിട്ടും എന്ന് പറഞ്ഞാൽ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രം ഈ വചനെടുത്ത് ഉപയോഗിക്കരുത്. എന്താ കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുമെന്ന് പറഞ്ഞാൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, നമ്മളിപ്പോൾ ദാനം കിട്ടു കഴിഞ്ഞാൽ നമുക്ക് കുറേ സമ്പത്ത് കിട്ടുമെന്ന് ചിന്തിക്കരുത്. ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല, ഉണ്ട്. പക്ഷെ ഇവിടെ പറയുന്ന കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത് മറ്റൊരു കോണ്ടെക്സ്റ്റിലാണ്. 37-ാമത്തെ തൊട്ട് മുകളിലത്തെ വാക്യം ലൂക്ക് 6:37, നിങ്ങൾ വിധിക്കരുത്, നിങ്ങൾ വിധിക്കപ്പെടുകയില്ല, കുറ്റാരോപണം നടത്തരുത്, നിങ്ങളുടെ മേലും കുറ്റം ആരോപിക്കപ്പെടുകയില്ല, ക്ഷമിക്കുമ്പോൾ നിങ്ങളോട് ക്ഷമിക്കപ്പെടും. ഇത് നമുക്ക് സ്വർഗത്തിൽ ലഭിക്കുന്ന സംഗതിയെക്കുറിച്ചാണിത്. കണ്ടോ? അപ്പം നമ്മളെ ആരെങ്കിലും വിധിക്കാൻ നമ്മൾ ഇഷ്ടപ്പെടുന്നുണ്ടോ? നമുക്കെതിരെ കുറ്റാരോപണം നമ്മൾ ഇഷ്ടപ്പെടുന്നുണ്ടോ? അല്ലേ? അപ്പം അതേപോലെ മറ്റുള്ളവരോട് പെരുമാറാനും തുടങ്ങുക, ചെയ്തു കൊടുക്കാനും തുടങ്ങുക. കാര്യങ്ങളെല്ലാം ക്ലിയർ. ഈശോ അനുഗ്രഹിക്കട്ടെ. ഈ വചനം നമുക്ക് മനസ്സിലോർക്കാം. എൻ്റെ കൽപ്പനകൾ ഭാരമുള്ളവയല്ല. ചില വചനങ്ങൾ കേൾക്കുമ്പോൾ ഭാരമുള്ളവയെന്ന് തോന്നും. പക്ഷേ അപ്പസ്തോലന്മാരെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധാത്മ വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ എല്ലാത്തും എളുപ്പമായി. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ജീവിക്കാൻ ഏറ്റവും എളുപ്പമുള്ളതാണ് ക്രിസ്ത്യാനിറ്റി. രണ്ട് കാര്യങ്ങളും തുറന്നു പിടിക്കാം. പക്ഷേ പരിശുദ്ധാത്മാവ് നിറയണം. പെന്തക്കോസ്ത് വന്നാൽ പരിശുദ്ധാത്മ നിറഞ്ഞാൽ അപ്പസ്തോലന്മാർക്ക് എന്തൊരു വ്യത്യാസം ഉണ്ടായത്. അവർക്ക് എല്ലാ വചനങ്ങളും, ഈശോ പറഞ്ഞ എല്ലാ വചനങ്ങളും പ്രാക്ടീസ് ചെയ്യാൻ പറ്റി, പരിശീലിക്കാൻ പറ്റി. കരങ്ങൾ തുറന്നു പിടിച്ച് ഉരുക്കി വാർക്കുന്ന പരിശുദ്ധ റൂഹാ ഞങ്ങളിലേക്ക് വ്യാപരിക്കണമേ. ജീവിക്കും ദൈവത്തിൻ അരൂപിയേ, നവ്യമാ ഞങ്ങളിൽ പതിക്കേണമേ. ഉരുക്കി ഞങ്ങളെ വാർത്തെടുക്കൂ, നിൻ സ്നേഹം നിറച്ചു നീ ഒരിക്കൽ ഞങ്ങളെ വാർത്തെടുത്ത വചനം നിറച്ചുപയോഗിക്കണമേ. ഉരുക്കി ഞങ്ങളെ വാർത്തെടുക്കൂ, നിൻ വചനം നിറച്ചു നീ ജീവിതത്തിൽ വ്യത്യാസം വരാൻ ആഗ്രഹിക്കുന്നവർ കരങ്ങൾ ഉയർത്തി വിളിക്കുന്നു. ജീവിക്കും ദൈവത്തിൻ അരൂപിയേ, നവ്യമാ ഞങ്ങളിൽ വസിക്കേണമേ.
കേൾക്കേ